ഓസ്ട്രേലിയക്കെതിരായ രണ്ടാം ടെസ്റ്റിലെ ഇന്ത്യയുടെ തോൽവിക്ക് പിന്നാലെ ചർച്ചയാവുന്നത് രോഹിത് ശർമ്മയുടെ ക്യാപ്റ്റൻസിയും മോശം ബാറ്റിംഗ് പ്രകടനവുമാണ്. രാഹുലിനായി ഓപ്പണർ സ്ഥാനം വിട്ടുകൊടുത്ത് മധ്യനിരയിൽ ഇറങ്ങിയ രോഹിത് ടീമിന് ബാധ്യതയാകുന്ന ബാറ്റിംഗ് പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്. ഈ സാഹചര്യത്തിൽ ഇന്ത്യ രോഹിത് ശർമ്മയെ ടെസ്റ്റ് ടീമിന്റെ നായക സ്ഥാനത്ത് നിന്നും പ്ലേയിങ് ലെവലിൽ നിന്നും പുറത്താക്കുമെന്ന റിപ്പോർട്ടുകൾ സജീവമാവുകയാണ്. നായകനായി ഇന്ത്യയെ T20 ലോകകപ്പ് കിരീടവും ചൂടിച്ചിട്ടുള്ള രോഹിത്തിന്റെ സമീപകാലത്തെ ടെസ്റ്റിലെ പ്രകടനങ്ങളെല്ലാം ടീമിനെ പിന്നോട്ടാക്കുന്നതാണ്. രോഹിത്തിനെ സീനിയർ എന്ന നിലയിൽ ഇന്ത്യ പിന്തുണയ്ക്കുമ്പോൾ ടീമിനെ അത് പ്രതികൂലമായി ബാധിക്കുന്നു. ഈ വർഷം 12 ടെസ്റ്റ് കളിച്ച രോഹിത് 27.14 ശരാശരിയിൽ നേടിയത് 597 റൺസ് മാത്രമാണ്. ഇത്രയും മോശം ഫോമിലൂടെ കടന്നു പോകുമ്പോൾ രോഹിത്തിനെ ഇനിയും ടെസ്റ്റ് കളിപ്പിക്കുക എന്നത് മണ്ടത്തരമാണ് എന്നാണ് അഭിപ്രായം. രോഹിത്തിന്റെ നായകസ്ഥാനമാണ് അദ്ദേഹത്തെ പുറത്താക്കാനുള്ള പ്രതികൂല ഘടകമെങ്കിൽ നായക സ്ഥാനത്ത് നിന്ന് രോഹിത്തിനെ മാറ്റുന്നത് നല്ലതാണെന്നും പറയുന്നുണ്ട്. നായകനായും ബാറ്റ്സ്മാനായും രോഹിത് ഇനി തുടരുന്നത് അദ്ദേഹത്തിന്റെ കരിയറിനെ തന്നെ പ്രതികൂലമായി ബാധിച്ചേക്കുമെന്നുമാണ് അഭിപ്രായങ്ങൾ ഇപ്പോൾ ഉയരുന്നത്. ജസ്പ്രീത് ബുംറ പ്രകടനത്തിൽ ശോഭിക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യക്ക് ഇനി മറ്റൊരാളെ തേടേണ്ട ആവശ്യമില്ല. രോഹിത് ശർമ്മയുടെ നിലവിലെ ഫോം വിലയിരുത്തുമ്പോൾ ജസ്പ്രീത് ബുംറയെ ഇന്ത്യ നായക സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. സഞ്ജു സാംസൺ, തിലക് വർമ്മ എന്നിവരെല്ലാം മധ്യനിരയിലും ടോപ്പ് ഓർഡറിലും ശോഭിക്കാൻ ശേഷിയുള്ളവരാണ്. ഋതുരാജ് ഗെയ്ക്വാദ്, സായ് സുദർശൻ എന്നിവരെല്ലാം ടോപ്പ് ഓർഡറിൽ ഓപ്പണർമാരായി മിന്നിക്കാനും കഴിവുള്ളവരാണ്. ഇനി മഹാത്ഭുതം സംഭവിക്കാതെ ഇന്ത്യക്ക് ഇത്തവണത്തെ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനൽ കളിക്കാനാവില്ല. ഇനിയുള്ള 3 ടെസ്റ്റിലും ഇന്ത്യക്ക് ജയിച്ചാൽ മാത്രമേ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനൽ സീറ്റ് ലഭിക്കൂ. ഇതിനുള്ള സാധ്യത കുറവായതിനാൽ തന്നെ ഇന്ത്യക്ക് ഇത്തവണത്തെ ഫൈനൽ മറക്കാം.